അശോക് സർ, അഫ്ഗാൻ വിദേശകാര്യമന്ത്രി, അതായത് അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. താലിബാൻ ഇന്ത്യയിൽ എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ ഒരു കാര്യം. അഫ്ഗാൻ മന്ത്രി ഇന്ത്യയിൽ എത്തുന്നു. പലതരത്തിലുള്ള നയതന്ത്ര ബന്ധം പുതുക്കുക എന്നതാണ് അത്ര ലക്ഷ്യം. പലതരത്തിലുള്ള ചർച്ചകൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു താലിബാൻ മന്ത്രി ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന ചില വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കും? മുത്താഖി ഇന്ത്യയിലെത്തുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താലിബാൻ അതിൻ്റെ ഇതുവരെയുള്ള നയങ്ങൾ വിടാൻ തീരുമാനിച്ചിരിക്കണം. അതാണ് അതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് ഒരു റെഫറൻസ് നടത്താവുന്ന ഒരു കാര്യം. 2021 ആണ് അഫ്ഗാനിസ്ഥാനിലൊരു താലിബാൻ സർക്കാർ നിലവിൽ വന്നു. അതിനുശേഷം UN ഉപരോധത്തെ തുടർന്ന് റഷ്യ ഒഴികെ ഒരു രാജ്യങ്ങളും ഇവരെ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് അഫ്ഗാനിസ്ഥാന് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന ഇന്ത്യക്കാരെയൊക്കെ തിരിച്ചു വിളിക്കുകയും വിദ്യാർത്ഥികളോടൊക്കെ മടങ്ങിപ്പോരാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ 4 വർഷത്തിന് ശേഷം ഇപ്പോഴ് ഇവിടെ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. മുത്താഖി ഇന്ത്യയിലേക്ക് എത്തുന്നു. അതിനു മുമ്പ് വിദേശകാര്യ വകുപ്പിൻ്റെ പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന മതരാഷ്ട്രവാദവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പട്ടിണിയാകും എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവസ്ഥയെ അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ USSR എന്ന് പറഞ്ഞ രാജ്യം ഇന്നിപ്പം നിലവിലില്ല. USSR ആണ് അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രം. അത് എന്താണ്, ഇറാന് ബദലായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രമാണ് USSR ഇന്നിപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്ന റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ലോകക്രമത്തിൻ്റെ അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെതായിട്ടുള്ള ഒരു വിഷയം ഇപ്പോൾ അവരുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബ്രിക്സ് അസോസിയേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംഘടിപ്പിച്ചിട്ടുള്ളതും അതുവഴി മുന്നോട്ട് പോകാനുള്ളതും. ഈ സമയത്ത് തന്നെ ശീതസമരം, പഴയ ശീതസമരം, അതായത് 80കളിലെ ശീതസമരം അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായ അമേരിക്ക റഷ്യ ശീതസമരം എന്ന് പറയുന്നത് പുതിയ ഒരു ഫേസിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു രൂപഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അന്നും ഇന്നും ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം എന്ന് പറയുന്നത് വ്യാപാര വ്യവസായ നയതന്ത്രങ്ങളുടെ നിലനിൽപ്പാണ്. പക്ഷേ ഈ മുത്താഖി എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ആദ്യത്തെ റഷ്യക്ക് ശേഷം, റഷ്യ ഓൾറെഡി അവരെ അംഗീകരിച്ചതാണ്, അതുകൊണ്ട് റഷ്യയിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ അകത്ത് പ്രയാസമില്ല. പക്ഷേ അതല്ലാത്ത ഒരു രാഷ്ട്രത്തിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യയിലേക്കാണ്. താലിബാനെ പറ്റി ഇന്ത്യയിൽ പറയുന്ന ഒരു ഭീകരത അവർ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. കാരണം ഇതൊക്കെ റെഫർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതൊക്കെ അരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനായിട്ട് നോക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇതിലുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പൈപ്പ് ലൈൻ ഓയിൽ പൈപ്പ് ലൈൻ അഫ്ഗാനിസ്ഥാനിൽ കൂടിയാണ് വരുന്നത്. സൗത്ത് ഏഷ്യയിൽ നിന്നുള്ളതുണ്ട്, ഇറാനിൽ നിന്നുള്ളതുണ്ട്. അങ്ങനെയുള്ള പൈപ്പ് ലൈനുകൾ അഫ്ഗാനിസ്ഥാനിൽ കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഇതിന് ബദലായിട്ട് ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം കലാപങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നടന്നിട്ടും ഈ പൈപ്പ് ലൈനുകളുടെ തകർക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോഴ്സ് ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന ഒരു
വലിയ വിഷയമുണ്ട് അതിൽ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ വ്യാപാര വ്യവസായ കാര്യങ്ങളിൽ ഇന്ത്യക്കുള്ള സഹായം. അപ്പൊ 21 യുണൈറ്റഡ് നേഷൻസ് ഉപരോധം ഏർപ്പെടുത്തിയതിന് ശേഷവും ഇന്ത്യ അവിടുത്തെ മാനുഷികമായ പരിഗണന വെച്ചിട്ട് ഇന്ത്യ അവിടെ ഭക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങൾ, ഭക്ഷണം, മെഡിക്കൽ എയ്ഡ് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സുപ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ചബ്ബർ പോർട്ടാണ്. ഈ പോർട്ട്, അതായത് ഈ തുറമുഖം, അപ്പം ഉപരോധം ഏർപ്പെടുത്തിയതിന് ശേഷം ഈ തുറമുഖം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അനാഥാവസ്ഥയിലാണ്. അതിൽ നിന്നും മാറ്റം ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഫ്ഗാൻ കാണിക്കുന്ന താല്പര്യം എന്ന് പറയുന്നത് അവരെ തിരിച്ച് കയറുക എന്നുള്ള വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. അത് മതരാഷ്ട്ര വിഘടനവാദങ്ങൾ കൊണ്ട് വളരെ തകർന്നു പോയ ഒരവസ്ഥയുള്ള ഒരു രാജ്യമായിരിക്കെ അവര് ഇന്ത്യയുടെ സഹായം അതിന് തേടുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇപ്പോൾ അതിന്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒന്നാമത്തെ പരിഗണന എന്ന് പറയുന്നത് ഈ ചബ്ബർ പോർട്ടിന്റെ റീകൺസ്ട്രക്ഷൻ ആണ്. രണ്ടാമത്തെ വിഷയം അവരുടെ ചർച്ചാ വിഷയത്തിൽ കാണുന്നത് മെഡിക്കൽ എയ്ഡ് ആണ്. അവിടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ സംഘർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ മെഡിക്കൽ വ്യവസ്ഥ അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ് വളരെയധികം തകർന്നു പോയിട്ടുണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിക്കുക, ഒപ്പം തന്നെ ഇന്ത്യയുമായിട്ട് ഒരു മെഡിക്കൽ ടൂറിസം ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ രണ്ടാമത്തെ ഒരു സുപ്രധാന കാര്യം. പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ അവിടുത്തെ അവിടേക്ക് പോകാനുള്ള വിദ്യാർത്ഥികൾക്കും മറ്റും ഫെസിലിറ്റേറ്റ് ചെയ്യും, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനുള്ള ഉറപ്പ് അവര് വരുത്തുകയും ചെയ്യും. അപ്പൊ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ഗ്യാരണ്ടി എന്താണെന്ന് പറഞ്ഞാൽ, മുത്താക്കി കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രങ്ങൾക്കും അവരൊരു ത്രെട്ട് ആയിരിക്കില്ല. അത് ഒരു രാഷ്ട്രത്തിനും ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലുള്ള പെരുമാറ്റം അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് മുത്താക്കി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അഫ്ഗാനിസ്ഥാന് അത്ര ഒരു നേരിട്ട് അതിർത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇൻഫിൽട്രേറ്റേഴ്സ്, അതായത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന തീവ്രവാദികൾക്ക് പാതയൊരുക്കാനുള്ളൊരു വഴി അഫ്ഗാന്റെ സഹായത്തോടു കൂടി അത് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ കാര്യത്തിലുള്ള ഒരു ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാൻ ഒരു ഭീഷണി ആയിരിക്കില്ല എന്നാണ് അവര് പറയുന്നത്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവര് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു രാഷ്ട്രങ്ങൾക്കും ഭീഷണിയാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പാകിസ്ഥാനുമായിട്ട് വളരെയധികം കൃത്യമായ സംഘർഷങ്ങളുണ്ട് അവർക്ക്. അപ്പൊ ആ സംഘർഷങ്ങളെ പറ്റിയുള്ള അത് പാകിസ്ഥാനിൽ അവർ ചെന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഉഭയകക്ഷി ചർച്ച നടക്കുന്ന അവസരത്തിൽ ആയിരിക്കും എന്താണ് സംഭവിക്കുന്നത്, ഈ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന തീവ്രവാദത്തിന് കൊടുക്കുന്ന സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കുകയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുത്താക്കി ഈ ഇന്ത്യൻ സർക്കാരിനെ, നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യൻ സർക്കാരിനെ അംഗീകരിക്കുകയും ഈ സർക്കാരിന്റെ സഹായം തേടുകയും ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെക്കൻ ഏഷ്യയിലെ സംഘർഷബാധിത പ്രശ്നങ്ങൾ കലാപബാധിത പ്രശ്നങ്ങളെല്ലാം വളരെ പതുക്കെ ആണെങ്കിൽ പോലും അവര് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ബാക്ക്ഡ്രോപ്പ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇവരുടെ ഇസ്രയേൽ ഗാസ സംഘർഷം ട്രംപ് ഇടപെട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ സൗത്ത് ഏഷ്യയിലേക്ക് ഒരു സമാധാനത്തിന്റെ എല്ലാവിധ ശ്രമങ്ങളും കടന്നു വരുന്നു. അതിന്റെ ഒരു പൈനിയർ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ചാനൽ തുറക്കുന്നതായിട്ടോ ഈ മുത്താക്കിയുടെ സാന്നിധ്യവും, മുത്താക്കിയുമായിട്ട് ഇന്നിപ്പം ജയശങ്കറും മറ്റ് പീയൂഷ് ഗോയലും ഒക്കെ സംസാരിക്കുന്നുണ്ട്. വ്യാപാര, വ്യവസായ, മെഡിക്കൽ,
ഹ്യൂമാനിറ്റേറിയൻ മേഖലകളിൽ ആയിരിക്കും ഇതിന്റെ ഒരു തുടക്കം ഉണ്ടാകുക. പക്ഷേ ഇതിൽ നിന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും തെക്കനേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ സമാധാനം സ്ഥാപിക്കുകയും ജനങ്ങൾക്ക് ജീവിക്കാൻ ഒക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ കേരളത്തിൽ കേൾക്കുന്ന പല മുദ്രാവാക്യങ്ങൾക്ക് ഇനി പ്രസക്തി ഇല്ലാതാകും. ഇനിയിപ്പം നേരത്തെ സദാം ഹുസൈനെ ആദരിച്ച കക്ഷികൾക്ക് ഇപ്പോൾ മോഡിയുമായിട്ട് താലിബാനികൾ കരാറുണ്ടാക്കി എന്ന് പറഞ്ഞ് എങ്ങനെ അതിനെ എതിർക്കാൻ പറ്റും? അപ്പം ഇതിനോട് സഹകരിച്ചു പോവുക, എല്ലാവരും കൂടെ സഹകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മുത്താഖി ഇന്ത്യയിലുണ്ട്. അശോക് സാർ പറഞ്ഞതുപോലെ ജയശങ്കറുമായി ചർച്ചകൾ നടത്തും. അതുപോലെ ഇന്ത്യ താലിബാൻ അല്ലെങ്കിൽ ഇന്ത്യ അഫ്ഗാൻ ബന്ധം ഏത് നിലയിലേക്ക് വളരും എന്നൊക്കെ മുത്താഖിയുടെ ഈ ഒരു വരവോടുകൂടി നമുക്കറിയാൻ സാധിക്കും. 8 ദിവസത്തെ സന്ദർശനത്തിനാണ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുത്താഖി ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല പാകിസ്ഥാനുമായി അവർക്ക് നിലനിൽക്കുന്ന ചില തർക്കങ്ങൾ അത് ഇന്ത്യക്ക് താലിബാനെ വിശ്വസിക്കാനുള്ള ഒരു പ്രധാന ഘടകമാകുമോ എന്നൊക്കെയുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ റഷ്യ മാത്രമാണ് താലിബാനെ അംഗീകരിച്ചിട്ടുള്ളത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക്.